വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചുവെന്ന് വെളിപ്പെടുത്തൽ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യുവാണ് ജനൻ ടിവിക്ക് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയും നിലവിൽ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ ജയ്തിലക് തെറ്റായ ഉത്തരവിറക്കി മരം മുറിക്കാൻ കൂട്ടുനിന്നുവെന്നും ജോസഫ് മാത്യു ആരോപിച്ചു. ഉത്തരവിൽ പിഴവുണ്ടെന്ന് മനസ്സിലായിട്ടും വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അത് മറച്ചുവെച്ച് മരം മുറിക്ക് കൂട്ടുനിന്നു. ഉദ്യോഗസ്ഥരുടെ നടപടി കോടതി അലക്ഷ്യമാണെന്നും ജോസഫ് മാത്യു തുറന്നടിച്ചു. ഹൈക്കോടതിയിൽ ഈ പെറ്റീഷൻ വന്നത് സ്റ്റേ ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ നടക്കുകയും അതിലൊരു ക്ലാരിഫിക്കേഷൻ ഹൈക്കോടതി വരുത്തുകയും ചെയ്ത ആ കേസിൽ തന്നെ ഹൈക്കോടതിയിൽ DGP ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. DGP അത് ഉത്തരവ് പിന്നീട് വരുമ്പോഴാണ് ഈ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയതിന് ശേഷം ഈ ഹൈക്കോടതി ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഈ പരിപത്രം അസാധുവായി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ജയതിലക് എന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 24/10/20 തീയതിക്ക് വീണ്ടും ഒരു സർക്കാർ ഉത്തരവ് ഇറക്കുന്നത്. ആ സർക്കാർ ഉത്തരവാണ് വലിയ വിവാദമായി പിന്നീട് പിൻവലിക്ക് ചെയ്യപ്പെട്ടത്. ആ സർക്കാർ ഉത്തരവിൽ പിന്നെ പറയുന്ന ഈ പരിപത്രപ്രകാരം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് എല്ലാ മരവും ആ പരിപത്രം സർക്കാർ ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആർക്കും വീട്ടിമരങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കാം. ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും റിസർവ് മരങ്ങൾ പോലും മുറിക്കാമെന്ന് ആരും വായിച്ച് മനസ്സിലാക്കി പോകും. ആ രീതിയിലാണ് ആ ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവ് ഇറക്കുമ്പോൾ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട് 6ാം വകുപ്പ് പ്രകാരം ഈ മരങ്ങൾ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാനുള്ള അവകാശം കർഷകനിലാണെന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഉത്തരവിൽ തന്നെ 6ാം വകുപ്പിൽ തന്നെ ഒരു പ്രൊവൈസോ ക്ലോസ്, ഒരു പ്രത്യേക ഒരു ക്ലോസ് ഉണ്ട്. അത് റിസർവ് ചെയ്യപ്പെട്ട മരങ്ങൾ മുറിക്കരുത് എന്നും ആ പ്രൊവൈസോയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ 24/10/2020 പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഈ ഉത്തരവിൽ ഈ പ്രൊവൈസോ ക്ലോസ് ആ ഭാഗം കാണുന്നില്ല. അത് എടുത്തു മാറ്റി വെച്ചിട്ടാണ് റവന്യൂ സെക്രട്ടറി ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ മരം മുറിക്കാം, കുറ്റകരമല്ല എന്നൊരു രീതി. അതെന്തിനങ്ങനെ ചെയ്തു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. മാത്രമല്ല ആ ഉത്തരവിൻ്റെ അടിഭാഗത്ത് പ്രത്യേകം പറഞ്ഞിരിക്കും, താഴ്ഭാഗത്ത് പറഞ്ഞു, ഇപ്രകാരമുള്ള മരങ്ങൾ മുറിക്കുന്നത് വനം വകുപ്പോ പോലീസോ മറ്റു ഉദ്യോഗസ്ഥരോ ആരും തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും എഴുതി ചേർത്തു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവ് ഇറങ്ങുന്നത്? അങ്ങനെയൊക്കെ എഴുതി ചേർത്തതിൻ്റെ പിന്നിലുള്ള നിയമപരമായ നിലനിൽപ്പ് എന്താണ്? അപ്പോൾ ആ ഉത്തരവ് വായിച്ചു കഴിയുമ്പോൾ ഇത് റവന്യൂ സെക്രട്ടറിയുടെ ഒരു അറിവും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരും. അന്നിരുന്ന റവന്യൂ സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ഉത്തരവ് തെറ്റാണെന്ന ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം തന്നെ ഇത് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇനി അദീല അബ്ദുള്ളയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അന്ന് വയനാട് ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ള ഈ ഉത്തരവുമായി റോജി അഗസ്റ്റിനും സഹോദരനും കൂടി വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയുടെ ചേംബറിൽ വന്ന് ഈ ഉത്തരവ് വായിച്ച് ഇത് പ്രകാരം മരങ്ങൾ മുറിക്കാമോ എന്ന് ആരാഞ്ഞു എന്ന് ഡോക്ടർ അദീല അബ്ദുള്ള പോലീസ് കേസിലെ അന്വേഷണത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്തരവ് നിയമപരമല്ല എന്നുള്ളത് അവർക്കും അറിയാമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം 21/8/2020 ഹൈക്കോടതി ഉത്തരവ് അവർ കണ്ടിരുന്നു. അത് അവർ തന്നെ ഇറക്കിയ പ്രൊസീഡിങ് നോക്കിയാൽ വായിച്ചാൽ കാണാം. WPC 13/678/2020 നമ്പർ ഹൈക്കോടതിയിലെ പൊതുതാൽപര്യ ഹർജി തീർപ്പ് കൽപ്പിച്ച വേളയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അദീല അബ്ദുള്ള എന്ന കലക്ടറുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കത്തില്ലേ ഇത് കോടതി പരിപത്രത്തെ അസാധുവാക്കി, അപ്പോൾ നിയമപരമല്ല, അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നീട് ഇറങ്ങിയ ഉത്തരവും തെറ്റാണ്
എന്ന് അവർ വ്യക്തമായിട്ട് പറയേണ്ടിയിരുന്നു. പക്ഷേ അവർ റവന്യൂ സെക്രട്ടറിക്ക് ഒരു കത്ത് എഴുതിയെന്ന് പറയുന്നുണ്ട്. ആ കത്ത് ഞാൻ കണ്ടിരുന്നു. ആ കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റു പല വിഷയങ്ങളുമാണ്. പക്ഷേ ഇത് അവർ മനസ്സിലാക്കിയപ്പോൾ ഇത് എഴുതി റവന്യൂ സെക്രട്ടറിക്ക് എഴുതാമായിരുന്നു. ഇനി ഇല്ല, രണ്ടാമത് 24/10/20 ഉത്തരവിറങ്ങുമ്പോഴും റവന്യൂ സെക്രട്ടറിക്ക് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. അപ്പം ഇവർ രണ്ടുപേരും, ഈ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയുടെ ഉത്തരവിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്രകാരം ഒരു മരം മുറിക്കാനുള്ള അനുമതി കൊണ്ട് 24/10/20 ഉത്തരവിറക്കിയത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രശ്നം, അതായത് ഒരു കോടതി അലക്ഷ്യത്തിൻ്റെ സ്വഭാവമുള്ളൊരു ഉത്തരവാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പരിധിവരെ കോടതി അലക്ഷ്യം എന്ന് തന്നെ പറയാം. കാരണം കോടതി നിലനിൽക്കുന്ന ഉത്തരവ് കണ്ടില്ല എന്ന് നടിച്ചിട്ടില്ലേ അവരത്. ഈ എഴുതിയ ഈ ഉത്തരവ് 24/10/20 ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് പരിശോധിച്ചാൽ നോക്കാണല്ലോ ഈ ഉത്തരവുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്കത് അവിടുന്ന് പിന്മാറേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും തെറ്റായ ഉത്തരവ്, ഇത് തെറ്റായ ഉത്തരവാണ് ഇറക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകനുണ്ട്, ഉണ്ടായിരുന്നു. അത് വയനാട് ജില്ലാ കളക്ടർക്കും അറിവുണ്ടായിരുന്നു. കാരണം ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു ആദ്യമേ. ഇത് ഈ ഹൈക്കോടതിയിൽ ഈ വിഷയം ഉള്ളപ്പോൾ ഇങ്ങനെ, അതുകൊണ്ട് പരിപത്രത്തിൻ്റെ ഓപ്പറേഷനെ തൽക്കാലം നടപടി എടുക്കണ്ട അതിൻ്റെ മുകളിൽ എന്ന് കത്ത് കൊടുത്തിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് വീണ്ടും ഈ പരിപത്രം, ഈ ഉത്തരവ് ഇറങ്ങുന്നത് 24/10. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, പറയുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, മറുവശത്ത് നിലവിലെ ചീഫ് സെക്രട്ടറി, മുൻ റവന്യൂ സെക്രട്ടറി, ഒപ്പം വയനാട് മുൻ കളക്ടറും. എത്രമാത്രം ഗൗരവമുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ? കൃഷ്ണരാജ്, ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഈ ഉത്തരവിൻ്റെ നിയമസാധുതയില്ലായ്മ അന്ന് തന്നെ തിരിച്ചറിയപ്പെട്ടിരുന്നു. അത് വീണ്ടും പുതുക്കി ഇറക്കുക, അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ജയതിലകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് കോടതി അലക്ഷ്യമാണ് എന്ന് സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ പല സുപ്രീം കോടതി ഉത്തരവുകളും ഹൈക്കോടതി ഉത്തരവുകളും നിലനിൽക്കുന്നുണ്ട്. അതായത് അനുബന്ധമായ ബന്ധപ്പെട്ട നിയമവും നിയമത്തിനനുസരിച്ചുള്ള ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല, അനുസരിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി വിധിന്യായങ്ങളുണ്ട്. ഈ വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ് വസ്തുതാപരമല്ല, നിലനിൽക്കില്ല. അത് പല നിയമങ്ങളെയും, ട്രീ ഗ്രോത്ത് ആക്ട് ആയാലും അതുപോലെ തന്നെ ഈ സംരക്ഷിത മരങ്ങൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് രാജീയ വൃക്ഷ സംരക്ഷണത്തിൻ്റെ ബന്ധപ്പെട്ട നിയമങ്ങളായാലും ആ നിയമങ്ങൾക്കെല്ലാം തന്നെ ചില കൃത്യമായ ലംഘനം, ആ നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ മരം മുറിക്കുക എന്നതാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നതാണ്. അത്തരത്തിൽ ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തീർച്ചയായും നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവ് പുറപ്പെടുവിച്ച് കുറച്ചു കാലം ആ ഉത്തരവിനെ നിലനിർത്തുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് ആ ഉത്തരവ് പിൻവലിക്കുകയും അത് ചില തിരുത്തലുകൾ വരുത്തുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതും ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ഒരു സങ്കീർണമായ ഒരവസ്ഥ സൃഷ്ടിച്ച് ഏതാണ്ട് 100 ദിവസത്തോളം, അതായത് കുറച്ച് ദിവസം ഈ മരം മുറി നടത്തുന്നതിന് വേണ്ടി ഒരു ഇടവേള സൃഷ്ടിക്കുക, അതായത് രണ്ട് ഉത്തരവുകളുടെ ഒരു കൺഫ്യൂഷൻ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം നിലനിർത്തി മരങ്ങൾ മുറിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിലനിർത്തുക എന്നൊരു നീക്കമാണ് നടത്തിയത്. ആ നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവുകളുടെ ലംഘനവും കോടതി ലക്ഷ്യത്തിൻ്റെ സ്വഭാവവും ഉണ്ട് എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയുന്നത് കുറ്റപത്രം ദുർബലപ്പെടുത്തി എന്നൊരു സാഹചര്യമാണ്. കുറ്റപത്രം ദുർബലപ്പെടുത്തിയത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണരാജ്. ശരി, മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം ദുർബലമാക്കി കേസന്വേഷണത്തെ അട്ടിമറിച്ചുവെന്ന് വെളിപ്പെടുത്തൽ വരുന്നു. ഈ വാർത്ത പുറത്തുവിടുന്നത് ജനം TV ആണ്. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യു ആണ് ജനം TVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ എക്സ്ക്ലൂസീവായ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മുൻ റവന്യൂ സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ ജയതിലക് തെറ്റായ ഉത്തരവിറക്കി മരം മുറിക്കാൻ കൂട്ടുനിന്നു എന്നാണ് വെളിപ്പെടുത്തൽ. അതുപോലെ വയനാട് ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ള അത് മറച്ചുവെച്ച് മരം മുറിക്ക് കൂട്ടുനിന്നു എന്ന വെളിപ്പെടുത്തലും വരുന്നുണ്ട്. ഏറെ ഗുരുതരമായ വെളിപ്പെടുത്തലിൻ്റെ വിശദമായ ചർച്ച വരും മണിക്കൂറുകളിൽ ഉണ്ടാകും.